ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടി.എസ്. എലിയറ്റിനെ കുറിച്ചാണ്, ഹു ഇസ് എ വെരി ഫേമസ് ഏർലി 20th സെഞ്ച്വറി പോയറ്റ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്യും, ലിറ്റററി കരിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ദി ഇൻഫ്ലുവൻസസ് സീൻ ഇൻ ഹിസ് പോയട്രി ആൻഡ് അൾട്ടിമേറ്റ്ലി ദി ഏജ് ഓഫ് എലിയറ്റ്, വിച്ച് ഇസ് ഓൾസോ ദി ഏജ് ഓഫ് ദ 20th സെഞ്ച്വറി. ഇത് PG ആൻഡ് UG സിലബസിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്കാണ്. മാത്രമല്ല PG സിലബസിലെ ദ വേസ്റ്റ് ലാൻഡ് എന്നൊരു പോയം കൂടി പഠിക്കാനുണ്ട്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് ദ പോയറ്റ് ബിഫോർ സ്റ്റെപ്പിംഗ് ഓൺ ടു ദി പോയം. സോ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, T.S. Eliot, otherwise known as Thomas John Eliot, was born in America but later settled in Britain. He is not only a modernist poet but also a classicist, innovator, critic, social thinker, philosopher, and mystic. And he was awarded the British Order of Merit and the Nobel Prize for Literature in 1948. And Eliot's poetry is mainly depicts his knowledge of classics. എലിയറ്റിൻ്റെ ലിറ്റററി പീരീഡ് എന്ന് പറയുന്നത്, ഹി ഹാസ് റിട്ടൺ പോയംസ്, ഡ്രാമാസ് ആൻഡ് പ്രോസ് ബിക്കോസ് ഹി ഈസ് നോൺ ആസ് എ പോയറ്റ് ക്രിറ്റിക്. എലിയറ്റിൻ്റെ പോയറ്റിക് കരിയർ മാത്രം 5 പീരീഡ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഇറ്റ് വാസ് ലൈക്ക് എവറി അതർ പോയറ്റ്. ദ ഫസ്റ്റ് പീരീഡ് വാസ് എക്സ്പെരിമെൻ്റൽ, ഇമ്മച്വർ ആൻഡ് ജുവനൈൽ. ദ സെക്കൻഡ് പീരീഡ് വാസ് പീരീഡ് ഓഫ് അർബൻ പോയട്രി. ഇതിൽ ഏറ്റവും വെൽ നോൺ ആയിട്ട് വരുന്ന പോയംസ് ആണ് ദ ലവ് സോങ് ഓഫ് J. Alfred Prufrock, പോർട്രേറ്റ് ഓഫ് എ ലേഡി, ദ പ്രില്യൂഡ്സ്, റാപ്സഡി ഓൺ എ വിൻഡി നൈറ്റ്, ദ ബോസ്റ്റൺ ഈവനിങ് സ്ക്രിപ്റ്റ് ആൻഡ് മിസ്റ്റർ അപ്പോളിനാക്സ്. തേർഡ് പീരീഡ് എന്ന് വരുന്നത് കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള പോയംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു തേർഡ് പീരീഡിലാണ്. എക്സാമ്പിൾസ് ആർ ജെറോൺഷൻ, ബർബാങ്ക് വിത്ത് Bedkar, Sweeney Erect, A Cooking Egg, Sweeney Among the Nightingales, The Hollow Man, and of course, The Wasteland. ഫോർത്ത് പീരീഡ് എന്ന് പറയുന്നത് റിലീജിയസ് ഓർ ക്രിസ്ത്യൻ പോയട്രി ആണ്. പേര് പോലെ തന്നെ കുറച്ചും കൂടി റിലീജിയസ് ടോണാണ് ഈ വരുന്ന പോയംസിൽ കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾസ് ആർ ആഷ് വെനസ്ഡേ, ജേർണി ഓഫ് ദി മാഗി, അനിമീലിയ, മറീന, കോറസ് ഓഫ് ദി റോക്ക്, കൊറിയോലാനസ്. ലാസ്റ്റ് അല്ലെങ്കിൽ ഫിഫ്ത്ത് പീരീഡ് എന്ന് വരുന്നത് എലിയറ്റ് എഴുതിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള 4 ക്വാർട്ടറേറ്റ്സ് എന്നറിയപ്പെടുന്ന പോയംസ് ആണ്. ഇവിടെയും കുറച്ച് റിലീജിയസ് ടോൺ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ദ 4 പോയംസ് ആർ ബേൺഡ് നോർത്തൺ, ഈസ്റ്റ് കോക്ക്, ദ ഡ്രൈ സാൽവേജേഴ്സ് ആൻഡ് ലിറ്റിൽ ഗെഡിങ്. ഇത് പോയട്രി ആണ്. വെൻ ഇറ്റ് കംസ് ടു ഡ്രാമ, ഹി ഹാസ് റിട്ടൺ ദ റോക്ക്, എ പേഗൻ പ്ലേ, മർഡർ ഇൻ ദ കത്തീഡ്രൽ, ഫാമിലി റിയൂണിയൻ, ദ കോക്ടെയിൽ പാർട്ടി, ദ കോൺഫിഡൻഷ്യൽ ക്ലർക്ക് ആൻഡ് ദി എൽഡർ സ്റ്റേറ്റ്സ്മെൻ. ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള എലിയറ്റിൻ്റെ ഡ്രാമാസ് ആണ്. ആൻഡ് ഹി വാസ് ഓൾസോ എ ക്രിറ്റിക്. സോ പ്രോസ് വർക്ക് വരുമ്പോൾ വി ഹാവ് ദ യൂസ് ഓഫ് പോയട്രി ആൻഡ് യൂസ് ഓഫ് ക്രിറ്റിസിസം, ദി ഐഡിയ ഓഫ് എ ക്രിസ്ത്യൻ സൊസൈറ്റി, നോട്ട്സ് ടുവേർഡ്സ് എ ഡെഫിനിഷൻ ഓഫ് കൾച്ചർ, സെലക്റ്റഡ് എസ്സേസ് ഓൺ പോയട്രി ആൻഡ് പോയറ്റ്സ് ആൻഡ് ടു ക്രിട്ടിസൈസ് ദി ക്രിറ്റിക്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് Eliot as a poetനെ കുറിച്ചായിരിക്കും. So talking about the influences that is commonly seen in his poetry, first is the symbolism. Symbolism which was propagated by Mallarmé, Baudelaire and Corbière. The symbolist believed in the suggestive power of word music and the means of association of ideas. അതായത് ഒരു വേർഡ്സ് അത് തരുന്ന ഒരു ലിറ്ററൽ മീനിങ്ങും അതുമാത്രമല്ല അത് എന്താ പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഐഡിയയും, ആ ഒരു കാര്യത്തെയാണ് സിംബലിസം എന്ന് പറയുന്നത്. ആൻഡ് എലിയറ്റ് സിംബലിസം ഉപയോഗിക്കുന്നത് ഐ തിങ്ക് വേസ്റ്റ് ലാൻഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഹി ഈസ് ഡിസ്ക്രൈബിങ് മെട്രോപൊളിറ്റൻ സിറ്റി ആൻഡ് ദ റുട്ടീൻ ഓഫ് വർക്ക്. ഇപ്പോൾ ആ ഒരു എക്സാമ്പിൾ നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും. ഇപ്പം നമ്മുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ രാവിലെ എണീക്കുന്നു, റെഡി ആവുന്നു, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, ഓഫീസിൽ പോകുന്നു, വൈകിട്ട് തിരിച്ചെത്തുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ ഇപ്പോൾ പഠിക്കാൻ പോകുന്നതാണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, അടുത്ത ദിവസം ഇതന്നെ റിപ്പീറ്റ് ആവുക. റൈറ്റ്, മോർ ഓർ ലെസ് ഇതന്നെയാണ് റിപ്പീറ്റ് ആവുന്നത്. സോ വി ആർ ട്രാപ്ഡ് ഇൻ എ റുട്ടീൻ. അതാണ് ഒരുപക്ഷെ മെട്രോപൊളിറ്റൻ സിറ്റിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പോയറ്റ്സ്
ഡിസ്ക്രൈബ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. സോ ലിറ്ററൽ മീനിങ് അതാണ്. ബട്ട് ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് എ സെൻസ് ഓഫ് ബോർഡം, എ സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ്, ഒരു മൊണോട്ടണസ് ആയിട്ടുള്ളൊരു ഫീലിംഗ്, അതും അത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ലിറ്ററലായിട്ട് പറയുന്നില്ലെങ്കിലും നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ ഹിഡൻ മീനിങ് ബിഹൈൻഡ് ദോസ് വേർഡ്സ്. അതാണ് ബേസിക്കലി സിംബലിസം എന്ന് പറയുന്നത്. എലിയറ്റിൻ്റെ സിംബലിസം നമുക്ക് വേസ്റ്റ്ലാൻഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ഇമേജിസം, വിച്ച് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ടി ഹും, എസ്ര ആൻഡ് എസ്ര പൗണ്ട്. ഇതിൽ എസ്ര പൗണ്ടാണ് ഏറ്റവും കൂടുതൽ എലിയറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അഗെയിൻ വേസ്റ്റ്ലാൻഡ് അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വി സീ എ സ്കിൽഫുൾ ക്യാരക്ടറൈസേഷൻ ആൻഡ് എ വെറൈറ്റി ഓഫ് മൂഡ്സ്. ഈ ഒരു കോൺസെപ്റ്റ് എസ്ര പൗണ്ടാണ് കൊണ്ടുവന്നത്. എസ്ര പൗണ്ടാണ് പോപ്പുലറൈസ് ചെയ്തത്. എലിയറ്റിനെ ഇംപ്രസ് ചെയ്തതും എസ്ര പൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇമേജിസമാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ക്ലാസിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹി ഹാഡ് എ ഡീപ്പ് നോളജ് ഓഫ് ദി ക്ലാസിക്കൽ വർക്ക്. ആൻഡ് ദി വൺ പേഴ്സൺ ഹൂ ഇൻഫ്ലുവൻസ്ഡ് ഹിം ദ മോസ്റ്റ് വാസ് ഡാണ്ടെ. ഡാണ്ഡേസ് ഡിവൈൻ കോമഡി എലിയറ്റിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ആൻഡ് എലിയറ്റ് വാസ് ദ ഫോർമോസ്റ്റ് ഇംഗ്ലീഷ് അഡ്വക്കേറ്റ് ഓഫ് ഡാണ്ടെ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, മെഡീവൽ ലാറ്റിൻ പോയട്രിയിലോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. He described it as the finest religious verse and the most brilliant blasphemous verse. ഞാൻ പറഞ്ഞു ഫോർത്ത് പീരീഡ് റിലീജിയസോ ക്രിസ്ത്യൻ പോയട്രിയുടെ ഒരു പീരീഡ് ആയിരുന്നു എന്ന്. സോ മേ ബി ഈ ഒരു മെഡീവൽ ലാറ്റിൻ പോയട്രിയോടുള്ളൊരു താല്പര്യമായിരിക്കാം ആ ഒരു ഫോർത്ത് പീരീഡിനെ, പോയട്രിക് കരിയറിലെ ഫോർത്ത് പീരീഡിനെ ഇൻസ്പയർ ചെയ്തത്. നെക്സ്റ്റ് ഇസ് ഓറിയൻ്റൽ ഫിലോസഫി, where we focus on the Indian thought and sensibility. Orientalism means basically the East, philosophy of the East. അതിലും ഇന്ത്യയിലെ ഇന്ത്യൻ ഇന്ത്യൻ സെൻസിബിലിറ്റിയാണ് എലിയറ്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, അഗെയിൻ ബേസ്ലാൻഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പാർട്ടുണ്ട് ദ ഫയർ സെർമൺ. അതിൽ ബുദ്ധിസത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓൾസോ ദർ ഇസ് ദ മെൻഷൻ ഓഫ് ദി മിത്ത് ഓഫ് ദി തണ്ടർ ഗോഡ് ആൻഡ് about Arjuna's dilemma, മഹാഭാരതത്തിലെ അർജുനാസ് ഡിലെമ, ആൻഡ് ഓൾസോ ദിസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ അർജുന ആൻഡ് കൃഷ്ണ. ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇന്ത്യൻ തോട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മിത്തോളജി എത്രമാത്രം എലിയറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ്. നെക്സ്റ്റ് ഇസ് ദ മെറ്റഫിസിക്കൽ പോയട്രി വിച്ച് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ജോൺ ഡൺ ആൻഡ് ഹിസ് കണ്ടംപററീസ്. ഇതിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മെറ്റഫിസിക്കൽ കൺസീറ്റ്. നമ്മൾ വിചാരിക്കാത്ത ഒരു കോൺസെപ്റ്റിൻ്റെ കൂടെ രണ്ടാമതൊരു കോൺസെപ്റ്റ് കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് കമ്പയറിങ് ലവേഴ്സ് ടു ദ കോമ്പസ്, ദ എൻഡ്സ് ഓഫ് എ കോമ്പസ് ഒരു എക്സാമ്പിളാണ്. സോ ഇങ്ങനത്തെ മെറ്റഫിസിക്കൽ കൺസീറ്റ്സ് ആയിരുന്നു എലിയറ്റിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് വെൻ ഇറ്റ് കംസ് ടു മെറ്റഫിസിക്കൽ പോയട്രി. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ദ അമേരിക്കൻ ഇൻഫ്ലുവൻസ്. അത് നമ്മൾ പറഞ്ഞു, എലിയറ്റ് വാസ് ബോൺ ആസ് എൻ അമേരിക്കൻ, സോ ഓബ്വിയസ്ലി ആ ഒരു ഫാമിലി ഇൻഫ്ലുവൻസും, ആൻഡ് ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ഹാർവർഡ്. ഹാർവർഡിൽ വെച്ചാണ് ഈ ഒരു സിംബലിസം, ഇമേജിസം, ഓൾസോ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനോടുള്ള താല്പര്യമെല്ലാം വരുന്നത്. സോ ഓബ്വിയസ്ലി അതാണ് അമേരിക്കൻ എലമെൻസ് എന്ന് വരുമ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ആൻഡ് എലിയറ്റിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ Eliot has said about his poetry, and I quote, "I would say that my poetry has obviously more in common with my distinguished contemporaries in America than with anything written in my generation in England, that I am sure of." അതായത് എലിയറ്റിനെ സംബന്ധിച്ച് എലിയറ്റിന് സ്വന്തം പോയട്രി വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇംഗ്ലീഷും അമേരിക്കൻ ട്രഡീഷൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് എൻ്റെ പോയട്രി എന്നാണ് എലിയറ്റ് പറയുന്നത്. സോ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും അമേരിക്കൻ എലമെൻസും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന്. Next, we are talking about a very important concept, that is the age of T.S. Eliot, otherwise age of 20th century in general. അപ്പം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. അവിടെ നോക്കുമ്പോഴാണെങ്കിൽ വിക്ടോറിയൻ ഏജ് ആയപ്പോഴേക്കും നമ്മൾ കണ്ടു ഒരു മൊണാർക്കിയുടെ ഒരു അവസാനവും ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൻ്റെ ഒരു തുടക്കവും വരുന്നൊരു സമയമാണ്. സോ മാത്രമല്ല ഒരു ക്യാപിറ്റലിസ്റ്റ് ലേബറർ ഒരു ഡിവിഷൻ നമ്മൾ കാണുന്നുണ്ട്. സോ ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്തു? പ്രോഫിറ്റിൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി അവർ ലേബറേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റിൻ്റെ ഒരു എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ മൊണാർക്കിയുടെ ഒരു എൻഡിങ് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രൈക്സും പ്രൊട്ടസ്റ്റിൻ്റെയും ഒക്കെ സമയമായിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷ് അതുവരെ ഒരു കോളനൈസർ ആയിരുന്നു.
പക്ഷേ ഈ ഒരു സമയമായപ്പോഴേക്കും പല കോളനീസും സ്വന്തം ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ അത്രയും ടെൻഷൻ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ഈ സമയം. എക്സാമ്പിൾസ് ആസ് ദി സഫ്രജിസ്റ്റ് അജിറ്റേഷൻ, ദാറ്റ് ഇസ് റൈറ്റ് ഫോർ വോട്ട്, അതിന് വേണ്ടിയുള്ളൊരു സമരം ഉണ്ടായിരുന്നു. ദർ വാസ് എ കോൾ സ്ട്രൈക്ക്, ദർ വാസ് എ മ്യൂട്ടണി ഇൻ അയർലൻഡ്, ആൻഡ് ഓൾസോ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളും ഈ ഒരു സമയത്തായിരുന്നു. ആൻഡ് ഓൾസോ വേൾഡ് പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ വി സീ ദ റൈസ് ഓഫ് ഹിറ്റ്ലർ ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് കമ്മ്യൂണിസം. ആൻഡ് ലാസ്റ്റ്ലി ജപ്പാനിലെ ആ ഒരു ആറ്റം ബോംബ് അറ്റാക്കും അതും ഈ സമയമായപ്പോൾ, ആക്ച്വലി ഇതുവരെ ആൾക്കാർ വിചാരിച്ചിരുന്നത് സയൻസിന് അഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ, സയൻസ് കൊണ്ട് ലോകം ഒരു ബെറ്റർ പ്ലേസ് ആക്കാൻ പറ്റും, നല്ലൊരു സൈഡ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആ ഒരു എന്താ പറയുക ബെറ്റർ സൈഡിനെ മാത്രം വിശ്വസിച്ചിരുന്നൊരു ജനതയായിരുന്നു. ഈ ഒരു ആറ്റം ബോംബ് അറ്റാക്കിലൂടെ അവർക്ക് മനസ്സിലായി സയൻസിനും വശങ്ങളുണ്ട്, മാത്രമല്ല സയൻസിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു മിസ്യൂസിങ്ങിലൂടെ ലോകം തന്നെ നശിക്കാനും ചാൻസ് ഉണ്ട് എന്നുള്ളൊരു അത്രയും ഒരു ഡേഞ്ചറസ് സൈഡ് അത് ലോകം മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ്. സോ യു ക്യാൻ ഇമാജിൻ അത്രയും അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ആ സമയത്ത്. വെൻ ഇറ്റ് കംസ് ടു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് വി സീ ദ ബ്രേക്ക് ഡൗൺ ഓഫ് സിവിലൈസേഷൻ. അതുവരെ ഉണ്ടായിരുന്ന ഒരു റൊമാൻറ്റിക് ടെൻഡൻസി മാറി റിയലിസ്റ്റിക് ടെൻഡൻസി കുറച്ചും കൂടി മേൽക്കൈ കിട്ടുന്നു. And also there was this separation of thought from life, which Eliot termed as dissociation of sensibility. എലിയറ്റിനെ സംബന്ധിച്ച് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. അതിനർത്ഥം ഒരു പോയറ്റിന് സ്വന്തം തോട്ട്സിനെ ഫീലിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, ഒരു വർക്ക് എഴുതുമ്പോൾ സ്വന്തം ചിന്തകളെ എന്താ പറയുന്നത് ആ ഒരു ഫീലിങ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ബാഡ് പോയട്രിയാണ്, ആ ഒരു പോയറ്റ് ബാഡ് പോയറ്റാണ് എന്നുള്ളൊരു ഐഡിയ ആണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കൊണ്ടുവരുന്നത് T.S. Eliot ആണ് അറൗണ്ട് ദിസ് ടൈം. റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സയൻസ് കുറച്ചും കൂടി പോപ്പുലറായിട്ട് വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ റിലീജിയനിൽ ആൾക്കാർക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന സമയമായിരുന്നു. സോ ദർ വാസ് എ ലോട്ട് ഓഫ് സ്കെപ്റ്റിസിസം ആൻഡ് ഡൗട്ട് and a resentment against Christianity because it failed to do what it claimed to do. And ലിറ്റററി ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും ഈ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, ബൈബിളിനെ വരെ ക്വസ്റ്റ്യൻ ചെയ്ത് ബൈബിളിൻ്റെ അതോറിറ്റിയും സാങ്ക്ടിറ്റിയും വരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആൾക്കാർ തുടങ്ങി. അപ്പോഴേക്കും റിലീജിയനെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ്, ഒരു വലിയൊരു അടിയായിരുന്നു ഈ ഒരു ബൈബിളിനെ വരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയുള്ള ഒരു ജനത. അങ്ങനെ റിലീജിയൻ എന്ന് പറയുന്നത് തന്നെ നേരത്തെ ഒരു പക്ക ഫെയ്ത്ത് ഉണ്ടായിരുന്നു ക്രിസ്ത്യാനിറ്റിയിൽ, ആ ഒരു ഫെയ്ത്ത് കുറച്ച് മാറുന്നതായിട്ട് കാണാൻ പറ്റി. ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് വരെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റ്, ദേ വർ ഫോക്കസ്ഡ് ഓൺ പ്രോഫിറ്റ്, മെറ്റീരിയലിസം. ഈ ഒരു ദ ലസ്റ്റ് ഫോർ മെറ്റീരിയലിസം ആൻഡ് പ്രോഫിറ്റ്, അതാണ് ആക്ച്വലി 20th സെഞ്ച്വറി സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ എല്ലാം കമേഴ്ഷ്യലൈസ് ആയി, ഇൻക്ലൂഡിങ് ലിറ്ററേച്ചർ, ആർട്സ് ആൻഡ് മ്യൂസിക്. പക്ഷെ അതിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ റൈറ്റേഴ്സ് ലൈക്ക് ബട്ട്ലർ ആൻഡ് ഹക്സ്ലി, ദേ അറ്റാക്ക് ദ മോഡേൺ ക്രേസ് ഫോർ മെറ്റീരിയലിസം ആൻഡ് മെഷീനറി. അപ്പോൾ ആകെ മൊത്തം ഇവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ടൂണായിരുന്നു, പെസിമിസ്റ്റിക് ആൻഡ് ഫ്രസ്ട്രേഷൻ. നമ്മളിപ്പോൾ വേസ്റ്റ് ലാൻഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഇത്രയും ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ഒരു നറേറ്റീവ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് മൊത്തം നെഗറ്റീവ് ടോണാണല്ലോ എന്ന് നമുക്ക് തോന്നും വേസ്റ്റ് ലാൻഡ് വായിക്കുമ്പോൾ. അതിനുള്ള കാരണം ഇതാണ്, മനസ്സിലായോ? ആ സമയത്ത് സൊസൈറ്റി തന്നെ ഇത്രയും പെസിമിസ്റ്റിക് ആയിരുന്നു, ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പീപ്പിൾ ഡിഡ്ന്റ് നോ വാട്ട് ടു ബിലീവ്. അത്രയും ഒരു ഫ്രാഗ്മെൻറ്റഡ് മൈൻഡ് സെറ്റ് ആയിരുന്നു സൊസൈറ്റിക്ക്. സോ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് വേസ്റ്റ് ലാൻഡിലൂടെ T.S. Eliot കാണിക്കുന്നത്. ആൻഡ് ടോക്കിംഗ് മോർ അബൌട്ട് ഇറ്റ്, there was a disintegration of family and relationship and authority. The youth started revolting against the authority of their parents. Modern literature is categorized by propaganda, and through this medium dramatists have discussed social problem play അല്ലെങ്കിൽ നോവൽസ് ഓഫ് സോഷ്യൽ പേർപ്പസ് എന്നൊരു ജേണർ പോപ്പുലറായിട്ട് വരുന്നതും ഈ ഒരു സമയത്താണ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇബ്സൺ, പോപ്പുലറൈസ്ഡ് ബൈ ബെർണാഡ് ഷോ.
പ്രോബ്ലം പ്ലേ എന്ന് പറയുന്നത് ബേസിക്കലി പേര് പോലെ തന്നെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനത്തെ നോവൽസും ഡ്രാമയും ഒക്കെ ഈ ഒരു സമയത്താണ് പോപ്പുലറൈസ് ആവുന്നത്. അതിൽ നോവലായിരുന്നു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ലിറ്റററി ഫോം. പോയട്രി എലിയറ്റും W.H. ഓഡൻ, സെസിൽ ഡേ ലൂയിസ് ഇവരൊക്കെ വഴി പോയട്രിയും കുറച്ച് എന്താ പറയുന്നത് മുൻപന്തിയിലെത്തിയെങ്കിലും നോവലിൻ്റെ അത്രയും പോപ്പുലർ ആയിരുന്നില്ല ഈ ഒരു സമയം. ആൻഡ് ദെൻ ഓൾടുഗദർ ഇറ്റ് വാസ് ഓൾസോ നോൺ ആസ് ദ ഏജ് ഓഫ് ആങ്സൈറ്റി. നമ്മൾ ഇത്രയും പോയിന്റ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇതൊരു ആങ്സൈറ്റി എന്നുള്ളൊരു ഏജ് ഓഫ് ആങ്സൈറ്റി എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന്. ദർ വാസ് എ സെൻസ് ഓഫ് എയിംലെസ്നെസ് ആൻഡ് ഫ്രസ്ട്രേഷൻ. ബേസിക്കലി ആൾക്കാർക്ക് മനസ്സിലായില്ല ആരെ വിശ്വസിക്കണം അല്ലെങ്കിൽ എന്ത് വിശ്വസിക്കണം എന്നുള്ളൊരു കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ആ ഒരു ഹെൽപ്ലെസ്നെസ് ആയിരുന്നു ഈ ഒരു ഏജിൽ കൂടുതലും നിന്നിരുന്നത്. ആൻഡ് ഓൾസോ there was this emergence of psychoanalytic theory. Sigmund Freud, who is known as the father of psychoanalysis. ഓൾസോ കാർൾ ജങ് വേറൊരു സൈക്കോ അനലിസ്റ്റ് ആണ്. ഇവരുടെ ഒക്കെ തിയറീസും പോപ്പുലർ ആവുന്നത് ഈ ഒരു സമയത്താണ്. സോ വാട്ട് ഹാപ്പൻഡ് വാസ്, ഈ ഒരു തിയറീസ് ഇങ്ങനെ പോപ്പുലറൈസ് ആവാൻ തുടങ്ങിയപ്പോഴേക്കും പോയറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഡീപ്പർ അനാലിസിസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവരുടെ വർക്ക്സിലൊക്കെ ജസ്റ്റ് സിമ്പിൾ ഒരു ലിറ്ററൽ മീനിങ്ങിന് പകരം ഹിഡൻ മീനിങ്സും ഹിഡൻ റെഫറൻസസും വെച്ചിട്ട് കുറച്ചും കൂടി ഡീപ്പ് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു വർക്ക്സാണ് എഴുതി തുടങ്ങിയത്. വേസ്റ്റ് ലാൻഡ് ഈസ് അഗെയിൻ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. നമുക്കൊരു ലിറ്ററൽ മീനിങ് കിട്ടത്തില്ല. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ മിത്സും റെഫറൻസസും ഞാൻ പറഞ്ഞ സിംബലിസം ഇഷ്ടം പോലെ ഉണ്ട്. സോ മേ ബി ഇതൊരു സൈക്കോ അനാലിറ്റിക് തിയറിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ഇസ് ഡാർവിൻ ആൻഡ് സയൻസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. സയൻസിൻ്റെ ഒരു എവല്യൂഷൻ വന്നു. ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ കൊണ്ടുവന്നപ്പോഴേക്കും ഇതുവരെ വിശ്വസിച്ചിരുന്ന എന്താ പറയുക ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീങ്സ് എന്നുള്ളൊരു സംഭവത്തിന് വലിയൊരു തകർച്ചയാണ് കിട്ടിയത്. ആൻഡ് അപ്പോഴേക്കും ആൾക്കാർക്ക് ഏത് കോൺസെപ്റ്റ് വിശ്വസിക്കണമെന്ന് മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിലെമ്മ ഉണ്ടായിരുന്നു. ആൻഡ് സയൻസ് ഞാൻ പറഞ്ഞു ഇതുവരെ ആൾക്കാർ സയൻസിൻ്റെ നല്ല വശങ്ങളാണ് കണ്ടിരുന്നത്. പക്ഷേ ബോംബ് അറ്റാക്സ് ഒക്കെ വന്നപ്പോഴേക്കും ആൾക്കാർക്ക് അതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പേടിയും തുടങ്ങി. കാരണം വേറൊരു രാജ്യത്ത് ആറ്റം ബോംബ് വർഷിച്ചിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇവിടെയും ഒരുപക്ഷെ ആറ്റം ബോംബ് കാരണം അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ നമ്മളുടെ ജീവിതം എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പേടി. അതായിരുന്നു ആ ഒരു സമയത്ത് ഈ ഒരു സയൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ടും അതിൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വന്നൊരു സൈഡ് ഇതായിരുന്നു. ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫിയർ. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദി വീഡിയോ. നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലിയറ്റ് ആസ് എ പോയറ്റ്, കുറച്ചും കൂടി പോയറ്റിക് സ്റ്റൈൽ, പോയറ്റിക് ടെക്നിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക് and comment, share your thoughts in the comment section, and please subscribe the channel for more videos. Thank you.